ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള വലിയ സംരക്ഷണം, അതാണ് ഉത്തരീയം. ആത്മീയമായിട്ട് എങ്ങനെയാണ് ഈ ഉത്തരീയം നമുക്ക് സംരക്ഷണം നൽകുക? അമ്മയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ കാണാറുണ്ട്. അമ്മമാർ കുഞ്ഞിനെടുക്കുമ്പോൾ അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് കിടക്കും. ഉത്തരീയം എന്ന് പറയുന്നത് അതാണ്. അമ്മയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഉത്തരീയം. ഈ അമ്മയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ എന്താ സംഭവിക്കുക? കുഞ്ഞിൻ്റെ ചെറിയ ചലനങ്ങൾ, ഹൃദയത്തിൻ്റെ ഏറ്റവും ചെറിയ സ്പന്ദനങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റും. അത് താളം തെറ്റുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കൊച്ചുങ്ങൾ ഈ കയ്യിലെടുത്തിരിക്കുന്ന അമ്മമാരുടെ കയ്യിൽ കൊച്ചുങ്ങളിരിക്കുമ്പോൾ ആ കൊച്ചുങ്ങളൊന്ന് എഴുന്നേക്കുമ്പോൾ ഇങ്ങനെ ഒന്നങ്ങാടി കിടക്കും മൂവ് ചെയ്യുമ്പോൾ അമ്മയുടെ ആ പിടുത്തം കുറച്ചുകൂടി ബലമുള്ളതാവും. ഇതാണ് ഉത്തരീയം. ഇതാണ് അമ്മ നൽകുന്ന വലിയ സംരക്ഷണം. അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേക്കാണ് ഇങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഹൃദയത്തിൻ്റെ താളം തെറ്റലുകൾ അമ്മയ്ക്ക് മനസ്സിലാവും. ജീവിതത്തിലെ തിന്മയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് മുൻകൂട്ടി പോലും അമ്മ അറിയുന്നു. അമ്മ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് അറിയാമോ? ഈ ഉത്തരീയം ധരിക്കുന്നവർ ഒരിക്കലും നിത്യ നരകത്തിന് അർഹനാകില്ല. അതിന് കാരണം എന്താണ്? കാരണം അമ്മ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയ്ക്ക് അറിയാം നീ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി നിന്നോട് പറഞ്ഞിരിക്കും, നിന്നെ അതിൽ നിന്നും മാറ്റിയിരിക്കും. ഇങ്ങനെ എടുത്തു പിടിച്ചിരിക്കുകയാണല്ലോ. ചില കുസൃതികളായ കുട്ടികളെയൊക്കെ അമ്മമാർ എടുത്തു പിടിക്കും. താഴെ വെച്ച് കഴിഞ്ഞാൽ അവന് വെല്ലോടത്തോട്ടൊക്കെ പോയി കളഞ്ഞാലോ. അപ്പോൾ അതേപോലുള്ളൊരു അനുഭവമാണ് ഉത്തരീയം. ഈ അമ്മ നമ്മളെ എടുത്തു പിടിച്ചിരിക്കുകയാണല്ലോ. താഴെ വെച്ചാലല്ലോ ഈ പാപത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ പോകുന്നത്. ഉത്തരീയം നൽകുന്ന സംരക്ഷണമാണ്. ഇത്തരത്തിലുള്ള വലിയ സംരക്ഷണത്തിൻ്റെ അടയാളമാണിത്. നമുക്കറിയാം, നമ്മുടെ അമ്മമാര് നമുക്ക് ഇപ്പോൾ ഞാൻ സെമിനാറിലേക്ക് ചേരുമ്പോൾ എൻ്റെ ആ അമ്മിച്ചി എനിക്ക് പാദ്രെ പിയോടെ ഒരു പിക്ചർ തന്നു. എൻ്റെ പേരുള്ള പുണ്യാളനാണ് പാദ്രെ പിയോ. അപ്പോൾ പാദ്രെ പിയോടെ ചെറിയ പിക്ചർ അമ്മിച്ചി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിക്ചർ കാണുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ അമ്മയോർക്കും, അമ്മ എന്തുകൊണ്ടാണ് എനിക്കത് തന്നതെന്ന് ഓർക്കും. ഉത്തരീയം നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു റിമൈൻഡറാണ്. ചിലവരൊക്കെ പറയും ഉത്തരീയമൊന്നും വേണ്ടെന്ന്. അങ്ങനെയല്ല, ഉത്തരീയം ഒരു റിമൈൻഡറാണ്. അത് നിന്റെ നെഞ്ചത്തോട് ചേർന്ന് കിടക്കുന്നിടത്തോളം കാലം നീ എപ്പോഴും പാപത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കൂല. കാരണം സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ഇത് നെഞ്ചത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ആഭരണമാണിത്, വെറുതെ ആഭരണമല്ല ഇത്. അതാണ് അമ്മയുടെ സംരക്ഷണം. അപ്പോൾ അമ്മമാർ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തരുമ്പോൾ അതിൽ കുറേ സ്നേഹവും സംരക്ഷണവും കുത്തി നിറച്ചിട്ടുണ്ട്. ഉത്തരീയം എന്ന് പറയുന്നത് അതാണ്. ഇന്ന് ഈ ഉത്തരീയത്തിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉത്തരീയത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. നമ്മുടെ കൊച്ചുമക്കൾ വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ ഞാൻ പറയും ഉത്തരീയം ഇടിയിച്ചാൽ മതിയവരാ. ഉത്തരീയം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ മക്കളെക്കുറിച്ച് ചിന്തിക്കണ്ട, അമ്മ നോക്കിക്കോളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രലോഭനത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ തെറ്റിലേക്കൊക്കെ നയിക്കുന്നത് ഈ പറയുന്ന വലിയ പാവങ്ങളെക്കുറിച്ചല്ല, നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ്. വിവേകം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായുള്ള ഒരു പടച്ചട്ടയാണ് ഈ ഉത്തരീയം എന്നുള്ളത്. പല തെറ്റുകളും ഇന്ന് ന്യായീകരിക്കപ്പെടുകയല്ലേ. നമ്മുടെ മക്കളോട് ഇന്ന് ചോദിച്ചു നോക്കി ഇന്നത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്.
ചില കാര്യങ്ങൾ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏത് വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെയൊക്കെയാണ് ഈ ഉത്തിരിയ മാർഗദീപമായിട്ട് മാറുന്നത്. കാരണം അമ്മയുടെ കൈകളിരിക്കുമ്പോൾ, അമ്മയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വഴിതെറ്റില്ല. കാരണം അമ്മയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ധ്യാനിക്കുന്നൊരു ഹൃദയമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവളെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു, ഗാഢമായി അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഒരു ധ്യാനമാണ്. അപ്പോൾ വചനം അതിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരിക്കലും നമ്മളെ വഴിതെറ്റിക്കില്ല. നമ്മൾ എല്ലാ ദിവസവും ഈശോയുള്ള സ്നേഹത്താൽ നിറയും. അമ്മ നമ്മൾ ഈശോയിലേക്ക് കൊണ്ടുപോകുള്ളൂ. യഥാർത്ഥ മരിയ ഭക്തി ഈശോയിലാണ്. യഥാർത്ഥ മരിയ ഭക്തി നമ്മൾ ഈശോയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജപമാലയിലൂടെ നമ്മൾ മാതാവിൻ്റെ കൈപിടിക്കുകയാണെങ്കിൽ ഉത്തിരീയത്തിലൂടെ അമ്മയുടെ ആ ആലിംഗനത്തിൽ അമരുകയാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഈ ജപമാല, ഈ ഉത്തരീയ നാഥയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഉത്തരീയം ഭക്തിപൂർവ്വം ധരിക്കുക. ഇത് വെറുതെ ഒരു ആഭരണമല്ല, ഇത് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒന്നാണ്, അമ്മയിലൂടെ ഈശോയിലേക്ക്. ആയതിനാൽ ഇന്ന് ഈ ഉത്തരീയ നാഥയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അമ്മയോടുള്ള ഭക്തി നമുക്ക് ഉത്തിരീയം ധരിക്കുന്നതിലൂടെയും അതിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നതിലൂടെയും നമുക്ക് പ്രകടമാക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മ തൊട്ടിൽ നമുക്ക് ആ ജൂബിലി ഗാനത്തിൻ്റെ ഏതാനും വരികൾ നമുക്ക് അച്ഛൻ്റെ സ്നേഹാനുവാദത്തോടു കൂടി ഇവിടെ പാടി പ്രകീർത്തിക്കാം. ഇതാ നിന്റെ അമ്മയെന്നു ചൊല്ലി യേശു നമുക്കമ്മയെ നൽകി, ഇതാ എന്റെ അസ്ത്രമെന്നു ചൊല്ലി അമ്മ നമുക്കുത്തരീയമേകി, ഇതാ നിന്റെ അമ്മയെന്നു ചൊല്ലി യേശു നമുക്കമ്മയെ നൽകി, ഇതാ എന്റെ വസ്ത്രമെന്നു ചൊല്ലി അമ്മ നമുക്കുത്തരീയമേകി. അമ്മേ കർമ്മലനാഥേ, അങ്ങേ വണങ്ങുന്നു ഞങ്ങൾ, അങ്ങേ തിരുക്കുമാരനേശുവിൽ ഒന്നായി ചേരുന്നു ഞങ്ങൾ. സ്വർഗീയ രാജ്ഞിയാം കർമ്മലാംബയെന്നു തന്ന സ്വർഗ സമ്മാനമാം വസ്ത്രം, സ്വർഗീയ രാജ്ഞിയാം കർമ്മലാംബയെന്നു തന്ന സ്വർഗീയ സമ്മാന വസ്ത്രം, ഉത്തരീയമീ മക്കൾക്കായി സമ്മാനിച്ചതിൻ 775 വർഷം, ഉത്തരീയമീ മക്കൾക്കായി സമ്മാനിച്ചതിൻ 775 വർഷം. ജൂബിലി ജൂബിലി ജൂബിലി, കർമ്മലോത്തിരീയത്തിൻ ജൂബിലി, ജൂബിലി ജൂബിലി ജൂബിലി, കർമ്മലോത്തിരീയത്തിൻ ജൂബിലി. കർത്താവു നൽകിയ നന്മകൾക്കായെന്നും നന്ദി ചൊല്ലി വാഴ്ത്തിടേണ്ട ജൂബിലി, കർത്താവു നൽകിയ നന്മകൾക്കായെന്നും നന്ദി ചൊല്ലി വാഴ്ത്തിടേണ്ട ജൂബിലി.